പാപം ചെയ്യുന്ന ഒരു മനുഷ്യൻ എന്നെയും എന്റെ റബ്ബിനെയും ഒന്ന് വിട്ടേക്കൂ എന്ന് പറയുമ്പോൾ ആ വാക്കുകളിൽ രക്ഷിതാവിനോടുള്ള ഒരു ബന്ധമുണ്ട്, ആ വാക്കുകളിൽ രക്ഷിതാവിനോടുള്ള കടപ്പാടുണ്ട്. ഞാനും എന്റെ റബ്ബുമല്ലേ ആ വിഷയം. നിങ്ങളും പടച്ചവനും തമ്മിലുള്ള വിഷയത്തിൽ മറ്റൊരാൾ ഇടപെടുമ്പോ എന്നെയും എന്റെ റബ്ബിനെയും അങ്ങ് വിട്ടേക്കൂ എന്ന വാക്ക്, എന്റെ റബ്ബെന്ന വാക്കില്ലേ, അതിൽ അയാൾ വിശ്വാസിയാണല്ലോ. പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും ആ മനുഷ്യനെ അല്ലാഹു ഒരിക്കലും പുറത്തു തരില്ല എന്ന് സത്യം ചെയ്ത് പറഞ്ഞപ്പോൾ അല്ലാഹു മലക്കുകളെ സാക്ഷിയാക്കി പറഞ്ഞത്രേ, അന്നീ ഗഫർതു ലിഹാദാ, ഈ പാപം ചെയ്ത് നടക്കുന്ന മനുഷ്യന് ഞാൻ മാപ്പ് ചെയ്തു കൊടുക്കുകയും വഅഹ്ബത്തു അമല ഹാദാ, എന്റെ നാമം ഉച്ചരിച്ച് സത്യം ചെയ്യുകയും നിനക്ക് അല്ലാഹു ഒരിക്കലും പുറത്തു തരില്ല എന്ന് പറയുകയും ചെയ്ത ആളിന്റെ അമല് അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമ്മൾ ഒരാളെ പറ്റിയും നിങ്ങളുടെ അമൽ അല്ലാഹു സ്വീകരിക്കില്ലെന്നോ, ഒരാളുടെ ഇഖ്ലാസ് അളക്കാനുള്ള അളവുകോൽ നമ്മുടെ കയ്യിൽ ആരുടെ കയ്യിലും അല്ലാഹു നൽകിയിട്ടില്ല. ഒരാളിന്റെ അമൽ അയാളും പടച്ചവനും തമ്മിലാണ്. ഒരാളിന്റെയും മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന നന്മയുടെ അത് അളക്കാനുള്ള മാപ്പിനി ഒരാളുടെ കയ്യിലും അല്ലാഹു നൽകിയിട്ടില്ലല്ലോ. അതുകൊണ്ട് ഒരാളെ കുറിച്ചും അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരില്ല എന്ന് പറഞ്ഞു പോവരുത്. അത് പറഞ്ഞാൽ അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയും നിങ്ങൾക്ക് അല്ലാഹു നിങ്ങളുടെ കർമ്മങ്ങളെ നശിപ്പിച്ചു കളയുകയും ചെയ്തേക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മഹാനായ നബി തങ്ങളുടെ പരിശുദ്ധമായ സന്ദേശമാണ്. നമ്മുടെ ഉലമാ പഠിപ്പിക്കുന്നുണ്ട്, ആർക്കെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ ആ തെറ്റിൽ നിങ്ങൾ സന്തോഷിച്ചു പോവരുത്. നാട്ടിലൊക്കെ ഒരുപാട് കഥ നടക്കും. ആ പെണ്ണവന്റെ കൂടെ ഒളിച്ചോടി, ഇവന്റെ ഉള ഓടിച്ചു കൊണ്ടുപോയി, അവിടെ വ്യഭിചാരം, ഇവിടെ കള്ളുകുടി, അവിടെ മോഷണം, ഇവിടെ അപമാനിക്കല്. ഈ വക വാർത്തകൾ കേൾക്കുമ്പോൾ നാട്ടുകാർക്ക് വല്ലാത്ത ആവേശം കാണും. എല്ലാ നാട്ടിലും അങ്ങനെയാണ്. കുറച്ചു കാലം വരെ ചർച്ച നടക്കും. പക്ഷേ ഒരാൾക്ക് സംഭവിച്ച തെറ്റ് നിങ്ങളെങ്ങാനും സെലിബ്രേറ്റ് ചെയ്യാൻ നിന്നാൽ, അത് ആഘോഷിക്കാൻ നിന്നാൽ, فسوف يغفر الله له ويبتليك بتلك المعصيه, ആ ആൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയും അയാൾക്ക് സംഭവിച്ചു പോയ ആ അതേ തെറ്റ് അല്ലാഹു നിങ്ങൾക്ക് പരീക്ഷിക്കുകയും ചെയ്യും. നിങ്ങളുടെ മകൾ, ഏതൊരുത്തിന്റെയും മകളെങ്ങാനും ഓടിപ്പോയാൽ വീട്ടിൽ ചെന്ന് പറയണ്ട, നിങ്ങളെ മോളെ നിങ്ങൾ നോക്കിയില്ലേ, നിങ്ങളെ മോൾ എന്തായി, നിങ്ങൾ വലിയ ആളായിരുന്നല്ലോ, പള്ളി കമ്മിറ്റിയിൽപ്പെട്ട ആളല്ലേ, മദ്രസ കമ്മിറ്റിയിൽപ്പെട്ട ആൾ, ഇതൊന്നും പറയാൻ നിൽക്കല്ലേ. പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള മക്കൾക്ക് പ്രായപൂർത്തിയാവുന്നവരെ ദീനി വിദ്യാഭ്യാസം നൽകുകയും അച്ചടക്കം പഠിപ്പിക്കുകയും ചെയ്തതിന്റെ ശേഷം അവരായിട്ട് കാര്യബോധമുള്ള പ്രായം വരെ തീറ്റിപ്പോറ്റി അച്ചടക്കവും വിദ്യാഭ്യാസവും ഇൽമും കൊടുത്ത് വളർത്തിയിട്ടും അവരിങ്ങനെ വഴിവിട്ട് ജീവിക്കുകയാണെങ്കിൽ അതിന് ഉത്തരവാദി മാതാപിതാക്കളാണോ? ആ മക്കളല്ലേ? അവർക്ക് സ്വബോധമില്ലേ? അവരെ എങ്ങാനും കളിയാക്കുകയോ ഇകഴ്ത്തുകയോ ചെയ്താൽ നാളെ ആ സംഭവം നടക്കുന്നത് നിങ്ങളുടെ വീട്ടിലായിരിക്കും. അതുകൊണ്ട് ഒരാൾക്കും സംഭവിക്കുന്ന തിന്മകളിൽ നിങ്ങൾ സന്തോഷിക്കരുത്. അള്ളാഹുവിനോട് പാപമോചനമാണ് ചോദിക്കേണ്ടത്. റബ്ബേ, നീ അവർക്ക് പുറത്തു കൊടുക്കണേ. അങ്ങനെയാണ് ദുആ ഇറക്കേണ്ടത്. ഒരിക്കലും തന്നെ ഒരാളുടെ തെറ്റിലും സന്തോഷിച്ചു പോവരുത്. ഒരിക്കലും സന്തോഷിച്ചു പോവരുത്. നിങ്ങൾ ആരുടെ തെറ്റനാണോ സന്തോഷിക്കുന്നത് അയാൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയും ആ മനുഷ്യന് സംഭവിച്ച തെറ്റുപോലോത്ത തെറ്റുകൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുകയും ചെയ്തേക്കും. അല്ലാഹുവേ, നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.